ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ സജനാസ് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്ന് ഉലുവ വെച്ചിട്ട് എങ്ങനെ ഒരു നല്ലൊരു പാക്ക് ഉണ്ടാക്കാം. അതായത് ഹെയർ പാക്ക് കേട്ടോ. നമ്മളെ തലയിലെ മുടി നല്ലോണം വളരാനും തിക്കായിട്ട് വളരാനും മുടി എന്തത് വേണം, നമ്മളെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ഒരു 10-35 വയസ്സാകുമ്പോൾ സ്ത്രീകളെ മുടി എന്താ പറയുക കോല് പോലെ ആയി പോവാന്നറിയില്ലേ, അതുകൊണ്ട് കോല് പോലെ ആയി പോകും കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സ്ത്രീകളെ സംബന്ധിച്ചെന്ന് വെച്ചാൽ തീരെ മുടി നമ്മൾ ഈ ഒരു എന്താ പറയുക ഒരു 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം ശരീരത്തെ നോക്കാത്ത ആൾക്കാരായിരിക്കും 3/4 സ്ത്രീകളും. അപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, പിന്നെ 20 വയസ്സിന് ശേഷം എന്ന് വെച്ചാൽ കല്യാണം, പ്രസവം, പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ മക്കളെ നോക്കുന്നത്, നമ്മളെ സ്വന്തം ശരീരം തീരെ നമ്മൾ നോക്കല, ഒരാളും നോക്കലില്ല. കുറഞ്ഞ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ 100%, 25% ആൾക്കാർ മാത്രമാണ് പിന്നെ സ്വന്തം ശരീരം നോക്കുന്ന ആൾക്കാരുണ്ടാവും. ശരീരത്തിൻ്റെ സൗന്ദര്യം, അല്ല മുഖത്തിൻ്റെ സൗന്ദര്യം, മുടിയുടെ സൗന്ദര്യം ഒക്കെ നോക്കുന്ന ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. അപ്പോൾ ഈ 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരത്തിലെ മുടിയാണ് നമ്മൾ തിരിഞ്ഞു നോക്കിയാല. നമ്മൾ എന്താ പറയുക തിരക്കിട്ടായിരിക്കും നമ്മൾ കുളിക്കാൻ പോവുക, കുളി കഴിഞ്ഞ് വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തോർത്തി പിന്നെ നമ്മൾ അടുത്ത പണിയിലേക്ക് പോകും. അങ്ങനെയുള്ള ഒരിതായി പിന്നെ ഈ 35 വയസ്സാകുമ്പോഴാണ് നമ്മൾ മുടിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക. അന്നപ്പോഴേക്ക് നമ്മളെ മക്കളൊക്കെ വലിയതായി ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ നോക്കുമ്പോൾ മുടിയൊക്കെ എന്താ പറയുക കോല് പോലെ ആയി ഉണ്ടാവും, നരച്ചിട്ടുണ്ടാവും, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനും പറ്റൂല. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ കിടക്കുകയ്യ. പിന്നെ ആടുന്നും പിന്നെയും അത് വലിയ രീതിയിൽ മുടി കൊഴിച്ചിലും പിന്നെ അതുപോലെ നരയും ഒക്കെ വരികയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കുറച്ച് ഒഴിവാക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ മുടിക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കണം. അതായത് നല്ല നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഹെയർ ഓയിലുകളോ പിന്നെ അതുപോലെ പാക്കുകൾ ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് മുടിനെ രക്ഷപ്പെടുത്തിയെടുക്കണം. അതിന് നല്ലൊരു പാക്കാണ് കേട്ടോ ഈ ഉലുവ കൊണ്ടുള്ള ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ. ഉലുവൻ്റെ പിന്നെ എന്താ പറയുക, ഉലുവയിൽ എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഉലുവയിൽ ഉയർന്ന അളവിൽ പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉള്ള തലയോട്ടി തേക്കുന്ന സമയത്ത് നമ്മുടെ തലയോട്ടിയിലെ ബാക്ടീരിയ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പോക്കി തരിക, അതോണം പോകാൻ വേണ്ടി സഹായിക്കും. പിന്നെ അതോടെ ഫംഗസുകളൊക്കെ ഉണ്ടാവും മുടിൻ്റെ ഉള്ളിലൊക്കെ, അതൊക്കെ പോകാൻ വേണ്ടി നന്നായിട്ട് ഇത് സഹായിക്കും കേട്ടോ. അതോടെ പിന്നെ അതോടെ പൊറ്റ പോലെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകും കേട്ടോ. ഈ പൊറ്റയൊക്കെ അങ്ങനത്തെ പൊറ്റ ഇതൊക്കെ തലയിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാട്ടോ ഈ ഉഴുവൻ്റെ ഉപയോഗം. പിന്നെ ചിലർക്ക് വരണ്ട ചർമ്മമായിരിക്കും, അങ്ങനത്തെ സ്കിന്നുള്ള ആൾക്കാർക്ക് ഈ താരന് പിന്നെ മുടി കൊഴിച്ചില് അതോണം ഈ ഫംഗസ് ഇതൊക്കെ വരാൻ വളരെ എളുപ്പമാട്ടോ. പിന്നെ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഈ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പം പിന്നെ എന്താ വെച്ചാൽ വരണ്ട ചർമ്മമുള്ള ആൾക്കാർക്ക് തൈര് നല്ലതാട്ടോ. തലയിൽ തൈര് തേക്കുന്നത് നല്ലതാണ്. തൈരിൽ ഉയർന്ന അളവിൽ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഉണ്ട്, അതുകൊണ്ട് വിറ്റാമിൻ ഡി ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം. ഇത് തലയോട്ടിയിലെ സ്കിന്നിൻ്റെ പ്രതിരോധശേഷി നന്നായിട്ട് വർദ്ധിപ്പിക്കും. മറ്റ് ഇൻഫെക്ഷനൊക്കെ ഇല്ലാണ്ട് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ തലയോട്ടി സ്ഥിരമായി ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ലേ, ചെറിയ മക്കളൊക്കെ പറയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലയെ ചൊറിച്ചിൽ, പിന്നെ അതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ തൈര് ഉപയോഗിക്കുന്നത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ആഴ്ചയിൽ 1-2 തവണ നമുക്ക് തൈര് കൊണ്ടുള്ള പാക്കുകളൊക്കെ തലയിൽ ചെയ്ത് കൊടുക്കുന്ന ഈ കുരുക്കളൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അതൊക്കെ ഈ ചൊറിച്ചിലുണ്ടാകുന്ന ആൾക്കാർക്കൊക്കെ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലതാണ്. നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളെ ഇങ്ങനെ തലയിൽ ചൊറിയുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ പറയുമ്പോൾ അതൊക്കെ നമ്മൾ ആഴ്ചയിൽ 1 ദിവസം അതൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ.
പിന്നെ ആണെങ്കിൽ ഉലുവ നമ്മുടെ ഭക്ഷണത്തിലും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ. നമ്മളെ പരമ്പരാഗതമായിട്ടൊക്കെ ഈ ഉലുവക്കഞ്ഞി കർക്കിടകത്തിൽ വെച്ച് കുടിക്കുക, അങ്ങനെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ് ഉലുവ. പിന്നെ ഉലുവ എന്താന്ന് വെച്ചാൽ മുടി കൊഴിച്ചിൽ തടയാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് മുടി നന്നായി വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇത് എങ്ങനെ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഇത് കുതിർത്തി വെക്കുക കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് പിന്നെ അത് ഉലുവ മാത്രം നമ്മൾ അരിച്ചെടുത്തിട്ട് അരിച്ചെടുത്ത ഉലുവ നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് അലോവേര കഷ്ണം അതിലിട്ടിട്ട് കുറച്ച് ഇടുക കേട്ടോ. നമ്മൾ ഓരോരുത്തരുടെ മുടിക്ക് അനുസരിച്ച് ചെയ്യാം. കുറച്ച് തൈരും അതിൽ എടുക്കുക. അതുകൊണ്ട് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അതും കുറച്ച് ഉപയോഗിക്കാം. അതുകൊണ്ട് വൈറ്റമിൻ ഇ ഓയിൽ ഉണ്ടെങ്കിൽ അതും കുറച്ച് മിക്സാക്കുക. കുറച്ച് കേട്ടോ, അത് രണ്ടും കുറച്ച് ഓയിലുകൾ മിക്സ് ആക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഇത് നല്ലോണം നമുക്ക് സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ഈ കഞ്ഞിവെള്ളമല്ലേ നേരത്തെ മാറ്റി വെച്ച കഞ്ഞിവെള്ളം കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് ഇത് അരച്ചെടുക്കുക കേട്ടോ. അരച്ചെടുത്തിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യാം, നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മൾ മുടി നല്ലപോലെ തലയിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മളെ മുടിയിൽ താഴോട്ടും അതുകൊണ്ട് തലയോട്ടിലും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എന്ത് പേക്ക് ചെയ്യുകയാണെങ്കിലും അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടണം, അല്ലെ കിട്ടുന്നുണ്ട് എന്ന് അറിയണമെങ്കിൽ, നമ്മൾ ചെയ്തതിനൊരു ഫലം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ പാക്കുകൾ നമ്മൾ ഏത് പാക്കാണെങ്കിലും ഓയിലാണെങ്കിലും അത് കുറച്ചങ്ങ് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഒരു 3 മാസമെങ്കിലും ഏറ്റവും ചുരുങ്ങി നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് നമ്മൾ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് പിന്നെ നമ്മൾ കുറച്ച് സമയം, നീരർക്കൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സമയം തിരിച്ച് വെക്കരുത് കേട്ടോ. ഇനി അല്ലാത്ത ആൾക്കാർ തന്നെയാണെങ്കിലും പിന്നെ ഒരുപാട് സമയം നമ്മൾ തലയിൽ ഇത് പിടിപ്പിച്ചിട്ടാൽ ഇതിൽ കഞ്ഞിവെള്ളത്തിൻ്റെ അംശമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് തല നീരിറക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്ക് അനുസരിച്ച് ഓരോരുത്തരും എത്ര സമയമാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നീരിറക്കമുള്ളവർ പെട്ടെന്ന് തന്നെ കേൾക്കളയുക. കുറഞ്ഞൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ട് കേൾക്കളയുക കേട്ടോ. അപ്പം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 2 ദിവസം ചെയ്യാം. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം തന്നെങ്കിലും ചെയ്തിട്ട് 3 മാസം വരെ നിങ്ങളിത് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ 3 മാസം വരെ നിങ്ങൾ ചെയ്യട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മുടി ഒഴിച്ചിലോ ഇതൊക്കെ മാറാൻ വേണ്ടി എന്തങ്ങ് ചെയ്താലും അത് മാറിക്കിട്ടണമെങ്കിൽ നന്നായിട്ട് മുടി കൊഴിച്ചിലും താരന ഇതൊക്കെ നമുക്ക് ഒഴിവായി കിട്ടണമെങ്കിൽ നമുക്ക് ടെൻഷൻ, സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ മുടി നരയ്ക്കുന്നതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ വേഗം നരയ്ക്കും പെണ്ണുങ്ങൾക്കൊക്കെ ടെൻഷൻ കൂടുതലായിരിക്കും. ഓരോ ദിവസവും ചില സ്ത്രീകളൊക്കെ എങ്ങനെയോ അങ്ങ് തള്ളി നീക്കുക ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ടെൻഷൻ കുറയ്ക്കുക. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ വിറ്റാമിൻസ് ഉള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അതുകൊണ്ട് ഉറക്കം ശരിക്ക് കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം കേട്ടോ. അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് ഇങ്ങനത്തെ പാക്കുകളൊക്കെ എന്തായാലും പിന്നെ ചെയ്ത് നോക്കുക, നല്ല ഫലം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ചാനൽ, നമ്മളെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഇത് പാക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.